മഴക്കാലമായാലും വേനൽക്കാലമായാലും ശുദ്ധമായ കുടിവെള്ളമെന്നത് വിഴിഞ്ഞതുകാർക്ക് സ്വപ്നം മാത്രമാണ്. ഒരു കുടം വെള്ളത്തിന് 10 രൂപ വരെ നൽകിയാണ് ഇവർ തങ്ങളുടെ ആവശ്യം നിറവേറ്റുന്നത്. പൊതു ടാപ്പുകളും വാട്ടർ അതോറിറ്റി ഓരോ വീടുകളിലും സ്ഥാപിച്ച പൈപ്പുകളിലും 3 ദിവസം കൂടുമ്പോഴാണ് വെള്ളം ലഭിക്കുന്നത്. അതാകട്ടെ പാചകത്തിനോ കുടിക്കുന്നതിനോ ഉപയോഗിക്കാൻ കൊള്ളാത്തവയാണ്. 3 രൂപ കൊടുത്താൽ തന്നെ ഒരു കുടം വെള്ളം കിട്ടും. ഇവിടെ 10 രൂപ 15 രൂപ ഒക്കെ വെള്ളം വാങ്ങിക്കണം. ഇതുകൊണ്ട് ഒരു വീടുകൾ കളയുമോ? കുടിവെള്ളം തിരുവനന്തപുരത്ത് നിന്ന് വിടുന്നു. പണ്ടേ ഈ വോട്ട് വരുമ്പോൾ എല്ലാവരും പറയുന്നത്. കൊല്ലം ജില്ലയിൽ കിഴക്കൻ മേഖലയിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നത്. പത്തനാപുരം, പുനലൂർ, അഞ്ചൽ മേഖലകളിൽ വളരെ രൂക്ഷമായ ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. വളരെ വലിയൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കൊല്ലം കോർപ്പറേഷനിലേക്ക് വെള്ളമെത്തിക്കുന്ന ശാസ്താംകോട്ട തടാകം വേനൽ ചൂടിൽ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ആലപ്പുഴയിൽ കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളിലാണ് ഏറ്റവും രൂക്ഷമായ കുടിവെള്ള പ്രശ്നമുള്ളത്. നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന പോലെ തന്നെ കെട്ടുവള്ളങ്ങളിൽ വാട്ടർ ടാങ്കുകൾ നിരത്തി കുടിവെള്ള വിതരണത്തിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. ഇവിടെ ഏകദേശം 400 ലിറ്റർ വീതം കൊള്ളുന്ന വിവിധ ടാങ്കുകളാണ് ഓരോ വള്ളത്തിലും സജ്ജമാക്കിയിരിക്കുന്നത്. ഈ വള്ളത്തിലുള്ള കുടിവെള്ള വിതരണം ഉള്ളതുകൊണ്ട് മാത്രമാണ് കുട്ടനാട്ടിൽ ഇപ്പോൾ കാര്യങ്ങൾ സുഗമമായി പോകുന്നത്. ഉപ്പുവെള്ളം കയറിയതുകൊണ്ട് കായൽ ജലവും ഉപയോഗശൂന്യമാണ്. ഭൂഗർഭജല വിതാനം കുറയുന്നത് നഗരത്തിലേക്കുള്ള വെള്ളത്തിന്റെ പമ്പിങ്ങും പ്രശ്നത്തിലാക്കി. എറണാകുളം ജില്ലയിലെ വരാപ്പുഴ, കടമക്കുടി, വൈപ്പിൻ പ്രദേശങ്ങളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷം. വേനൽ ആയാലും മഴക്കാലമായിരുന്നാലും ഇവിടെ ഇത് തന്നെയാണ് സ്ഥിതി. കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ആഴ്ചയിൽ ഒരിക്കൽ ടാങ്കർ ലോറികളിൽ എത്തുന്ന കുടിവെള്ളമാണ് ഇവിടെ ഉള്ളവർക്ക് കുളിക്കാനും പാചകം ചെയ്യാനും കുടിക്കാനും വേണ്ടിയുള്ളത്. 10 വർഷത്തിലേറെയായി ഇവിടുത്തെ കുടിവെള്ള വിതരണം ഭാഗികമായി നിലച്ചിട്ട്. വിവിധ ബ്യൂറോകളിൽ നിന്നും റിപ്പോർട്ടർമാരായ JK അൻസാർ, പ്രേംലാൽ, ശ്രീകിരൺ എന്നിവരോടൊപ്പം സവാദ് മുഹമ്മദ്, മീഡിയ 1, തിരുവനന്തപുരം.